ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എനിക്ക് ഇനി ലൈവ് കുറച്ച് ദിവസത്തിന് ലൈവ് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോസുകൾ ഇട്ടേ പറ്റൂ. ലൈവ് ഇടാൻ പറ്റാത്ത കാരണം ഞാൻ കുറച്ച് വീഡിയോസുകൾ ഇടുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു ഗാർഡനിലേക്ക് എല്ലാവരേക്കും സ്വാഗതം ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ 10 മണി പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു ശേഖരമാണ് കേട്ടോ. അത് ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഇതിൻ്റെ പല കളറുകൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 10 മണിയുടെ ഒരു കുഞ്ഞു ഗാർഡനാണ് പ്രസുവിൻ്റെ. ഓക്കെ, എല്ലാത്തിലും 10 മണിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് വെച്ചിരിക്കുന്നത് 8 മണിയും 10 മണിയും. എൻ്റെ പാച്ചും ചക്കിയും ചീമും കുക്കും എല്ലാ പൂച്ചക്കുട്ടികളും എൻ്റെ ലൈവ് ഇടുമ്പോൾ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ഗാർഡൻ. ഞാൻ നിങ്ങൾക്ക് ഇതന്നെ കാട്ടിത്തന്ന് നിങ്ങൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വേറെ വീഡിയോസുകളൊന്നും കിട്ടാൻ വഴിയില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ചക്കിയും കുപ്പിയും പാച്ചും എല്ലാവരും ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ വരുന്നുണ്ട്. കുപ്പി ഇതേ ചുട്ടി ഇതേ കിടക്കുന്നത് കണ്ട, ചുട്ടി ഇതേ കിടക്കുന്നത് തണൽ പറ്റി കിടക്കണം. അപ്പോൾ എൻ്റെ ഗാർഡനിലേക്ക് ഞാൻ ഇതന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് എൻ്റെ നിഴൽ കണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് ഗാർഡൻ. മട്ടുപ്പാവിൽ എനിക്കൊരു ആഗ്രഹം തോന്നി, കുറേ ചെടികൾ അങ്ങോട്ട് വെച്ച് കൂട്ടിയല്ലോ എന്ന്. അപ്പോൾ ശരിയെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ കുറേ ചെടികളൊക്കെ വെക്കുകയാണ് കേട്ടോ. ഓക്കെ, ഉള്ളവിടെ വെച്ചിട്ട് നമുക്കൊരു ഗാർഡൻ. നമുക്ക് താഴത്ത് മുറ്റം കുറവാണ്. അപ്പോൾ അത് കാരണം താഴത്ത് മുറ്റത്തിൽ വെക്കാനുള്ള പൂച്ചെടികളാണ് ഇതൊക്കെ. മുറ്റത്ത് വെക്കാനുള്ള സൗകര്യം കുറവായത് കാരണം ഞാൻ നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ വെച്ചു. ഇനി ഈ ഗ്യാപ്പുകളുണ്ട്, ഇങ്ങനെ ഓരോരോ ഗ്യാപ്പുകൾ കണ്ടില്ലേ, ഈ ഗ്യാപ്പുകളിൽ ഇനി കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ട് അതിൽ വഴുതിരിങ്ങ അതേപോലെ തന്നെ മുളക് തൈകൾ അതൊക്കെ നടന്ന ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഞാൻ. അതെന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് ശരിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മട്ടുപ്പാവിലെ ചെടികൾ. കാലത്ത് തന്നെ നനച്ച് വെച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന കുഞ്ഞു കുഞ്ഞു ചെടികൾ കണ്ടോ, ഇതുണ്ടോ കണ്ടോ. ഞാൻ ഓരോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പല പല വെറൈറ്റി കളറുകളുണ്ട്. ഓക്കെ, ഇതേ ചങ്കളെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്താ ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. ചങ്കളെ വേറെ വഴിയില്ല, എനിക്ക് ലൈവ് ഇടാൻ പറ്റാത്ത അവസ്ഥയായത് കാരണമാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഞാൻ ലൈവ് ഇട്ട് തകർത്തിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഞാൻ ബേബി പ്ലാന്റുകൾ ഇങ്ങനെ കയറ്റി വെച്ചതാണ് കണ്ട ചങ്കളെ. ഓക്കെ, കണ്ട, ഇതാണ് നമ്മുടെ മറിയമ്മ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് ഗാർഡനിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ക്ഷണിക്കുകയാണ് കേട്ടോ. ചങ്കളെ ഇഷ്ടമായി ഞങ്ങൾക്ക് പൂക്കളൊക്കെ അതേ വിരിഞ്ഞ് പുഷ്പം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എണീറ്റിട്ട് നമ്മളിവിടെ ചെടി നനയ്ക്കാൻ വരില്ലേ, ആ നനയ്ക്കാൻ വരുമ്പോൾ ഈ ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഐശ്വര്യം വേറെ തന്നെയാണ് കേട്ടോ. അതെന്തായാലും അതൊന്നും പറയാനേ വയ്യ. അത് വേറൊരു ഇതാണ്. അതൊരു ആ എഫക്റ്റ് നമുക്ക് ശരിക്കും ഇതൊക്കെ നമുക്കൊന്ന് സൂം ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നല്ല രസമാണ്. ഓരോരോ ചെടികളിനായിട്ട് സൂം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് തൃപ്തിയായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ ചങ്കളെ. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ. പിന്നെ ഒരു മരത്തിൽ കുറച്ച് കുരുമുളകൊക്കെ കയറ്റിയിട്ടുണ്ട്. ഓക്കെ ചങ്കളെ. അപ്പോൾ വെയിലൊന്ന് താന്ന് നല്ല ക്ലൈമറ്റ് പോയിട്ട്, അപ്പോൾ ആ ക്ലൈമറ്റിൽ എൻ്റെ വീഡിയോസുകൾ കണ്ടോ നിങ്ങൾക്ക്. 8 മണി 10 മണി ഇതൊക്കെ ഒന്നിൽ തന്നെ വെക്കുമ്പോൾ അത് പല ഡിഫറെൻറ്റ് കളർ. ഒരേ കളർ വെച്ചാലും അത് കളർ ഡിഫറെൻ്റായി മാറുന്നുണ്ട്. യെല്ലോ ഷെയ്ഡ് അതിലേക്ക് ആഗിരണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ വെറൈറ്റി കളർ തനിയെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന് നല്ല വളം കൊടുത്ത് ആട്ടിൻകാട്ട കൊടുത്തിരിക്കുന്നത്. അത് കാരണം എന്താ പൂക്കൾ നമ്മുടെ റോസ് പൂവിൻ്റെ അത്രയ്ക്ക് വണ്ണം വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അയ്യോ, അങ്ങനെയാണ് എൻ്റെ കുഞ്ഞു വീഡിയോസ്. എല്ലാവരും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ പൂച്ചക്കുട്ടികളെ എന്നെ കാത്തിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഈ ചെടികളും ഒക്കെ ഉഷാറായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എൻ്റെ ലൈവും എൻ്റെ ഷോർട്ട് വീഡിയോസും എല്ലാം എൻ്റെ പാച്ചും ചക്കിയും കുപ്പിയും മറിയമ്മയെ കൂടിയിട്ട് ഇവിടെ എൻ്റെ കാത്ത് നിൽക്കുക കണ്ടോ. അവൾ പ്രസവിച്ചിട്ട് ഞാൻ പറയില്ല, കുട്ടി മരിച്ചുപോയി. അത് കാരണം ഇപ്പോൾ ഇവരുടെ പഴയ കുട്ടികളായ പാച്ചും ചക്കിയും കുപ്പീനെയാണ് അവളിപ്പോൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടോ ചങ്കളെ. ഓക്കെ, എല്ലാം പൂത്ത് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ 8 മണി 10 മണീനെയും ഒരുപാട് നേരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നും. കാരണം എന്താ അറിയോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ചങ്കളെ ഞാൻ ഇതൊക്കെ വെച്ചപ്പോൾ. അപ്പോൾ അതാണ് കേട്ടോ, ഒന്നുകൂടി കാണിച്ചു തരണം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. ഓക്കെ, ഞാനിത് ഇവിടെ ഒരു തെങ്ങിൽ കുഞ്ഞിതായിട്ട് ഒരു കുരുമുളക് അച്ഛൻ വെച്ചതാണ്. അതിപ്പോൾ ഫുള്ള് കായ്ഫലമായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എനിക്ക് വേറെ ലൈവ് ഇടാൻ പറ്റില്ല, അതാണ് കേട്ടോ.